കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ചില ആളുകൾ ജെറുസലേം ദേവാലയത്തെ പറ്റി, അത് വിലയേറിയ കല്ലുകളാലും കാണിക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, നിങ്ങളെ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു. അവർ ചോദിച്ചു, ഗുരു, ഇത് എപ്പോഴാണ് സംഭവിക്കുക? ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിൻ്റെ അടയാളം എന്താണ്? അവൻ പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ പലരും അവൻ ഞാനാണ് എന്നും സമയമടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും. നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത്. യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ്, എന്നാൽ അവസാനം ഇനിയുമായിട്ടില്ല. അവൻ തുടർന്നു, ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തല ഉയർത്തും. വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും. ഭീകര സംഭവങ്ങളും ആകാശത്തിൽ നിന്ന് വലിയ അടയാളവും ഉണ്ടാകും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട 2 വചനഭാഗങ്ങളിലും നമ്മൾ എപ്രകാരമാണ് ആത്മീയമായി ഒരുങ്ങിയിരിക്കേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. വെളിപാട് പുസ്തകത്തിൽ കൊയ്ത്തുകാല സമയമാണ്. യോഹന്നാൻ ശ്ലീഹ കണ്ട ആ വെളിപാടിൽ കൊയ്ത്തുകാല സമയത്ത് ദൈവം എപ്രകാരമാണ് കൊയ്ത്തിനായിട്ട് വരുന്നത് എന്നുള്ളത്. ഇവിടെ കൊയ്ത്ത് എന്നുദ്ദേശിക്കുന്നത് അന്ത്യവിധിയെയാണ്. അന്ത്യവിധിയുടെ സമയത്ത് ദൈവം വിതയ്ക്കാനായിട്ട് കടന്നു വരുമ്പോൾ എപ്രകാരം ഒരു ആത്മീയതയിൽ പുണ്യങ്ങൾ അഭ്യസിച്ച് ഈ ലോകജീവിതത്തിൽ വിശുദ്ധിയോടെ വ്യാപരിക്കാൻ നമുക്കാകുന്നോ അത്രമാത്രം ദൈവത്തിൻ്റെ സംപ്രീതിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. ഇന്ന് പലപ്പോഴും ചുറ്റും നമ്മൾ കണ്ണോടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മറ്റുള്ള നമ്മുടെ ഇനിയുള്ള ജീവിതത്തെ, സ്വർഗീയമായ ആ ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ പ്രാധാന്യം ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഈ ലോക ജീവിതത്തിനാണ്. ഈ ലോക ജീവിതത്തിൽ എങ്ങനെയെങ്കിലും സുഖിച്ച് അതുപോലെ തന്നെ അടിച്ച് പൊളിച്ച് ജീവിക്കണമെന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരിയേറെ ആളുകളെ കാണാൻ പറ്റും. ഒത്തിരിയേറെ ആളുകൾ പറയാറുണ്ട്, ഇനിയൊരു ജീവിതം ഉണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഏറ്റവും കൂടുതലായിട്ട് മാക്സിമം ഞങ്ങൾ ഈ ഒരു ജീവിതം ആസ്വദിക്കാൻ പോവുകയാണ്. വീണ്ടും വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ ഒരു ജീവിതത്തിനപ്പുറം സ്വർഗീയമായ ദൈവത്തോടൊപ്പമുള്ള ഒരു ജീവിതമുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് വേണം വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ജീവിക്കാനും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും. അപ്പോൾ അതുകൊണ്ട് അപ്രകാരം നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വലിയ സംപ്രീതിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സംപ്രീതി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ ദൈവത്തോടൊപ്പം ചേർന്നിരിക്കണമെന്നുള്ളതാണ്. അതാണ് തിമോഥെയോസിന് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ തിരുവചനം പറയുന്നു, എല്ലാവരും സത്യം അറിയണമെന്നും അതുപോലെ എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഹിതം. അതുകൊണ്ട് നമ്മളിൽ ആരും നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരുന്നവരായിട്ട് മാറണം എന്നുള്ളത് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. വീണ്ടും നമ്മൾ വായിച്ച് കണ്ട സുവിശേഷ ഭാഗത്തിൽ ഈശോ ജെറുസലേം ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് പറയുകയാണ്. ജെറുസലേം ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അത് സോളമൻ രാജാവ് പണിത് അത് കുറേയൊക്കെ തകർച്ചകളിലൊക്കെ സംഭവിച്ചു. വീണ്ടും അത് മോഡിഫൈ ചെയ്ത് വളരെ മനോഹരമായ ഒരു സൗധമാക്കി മാറ്റിയിരുന്നു. അന്നത്തെ കാലത്ത് മനുഷ്യനിർമ്മിതമായ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു മനുഷ്യനിർമ്മിത വസ്തുവായിരുന്നു ജെറുസലേം ദേവാലയം. കാരണം അത്രമാത്രം മനോഹരമായ രത്നങ്ങൾ കൊണ്ടും കല്ലുകൾ കൊണ്ടും അതിൻ്റെ ആർക്കിടെക്ചറൽ സ്ട്രക്ചർ കൊണ്ടൊക്കെ ഒത്തിരി മനോഹരമായ രീതിയിൽ അത് പണിയപ്പെട്ടിരുന്നു. അതുകൊണ്ട് ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് വലിയ ആകർഷണമായിരുന്നു ആളുകൾക്ക്. അതുകൊണ്ടാണ് ഇന്ന് വായിച്ചു കണ്ട സുവിശേഷത്തിൽ ദേവാലയത്തെ നോക്കിക്കൊണ്ട് ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വളരെ വിലപ്പെട്ട കല്ലുകൾ കൊണ്ടും അതുപോലെ തന്നെ കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ ഈ ദേവാലയം. അവരുടെയൊക്കെ ചിന്തകൾ മനസ്സിലാക്കി ഈശോ പറയുന്ന കാര്യം,
കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഈ ദേവാലയം നശിപ്പിക്കപ്പെട്ടു. ഈശോയുടെ പ്രവചനം പൂർത്തിയാകുന്നത് AD 70 ആ ഒരു പ്രവചനം പൂർത്തിയാക്കുകയാണ്. ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെടുകയും അവിടെ ഒരു അവശിഷ്ടം പോലും ഇല്ലാതെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ആ ദേവാലയം അതിൻ്റെ പരിസരം മുഴുവൻ തകർക്കപ്പെട്ടു. പ്രിയപ്പെട്ട, അതിലൂടെ ഈശോ പറഞ്ഞു വെക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബാഹ്യമായ ഈ ഒരു സ്ട്രക്ചറിലും അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങളിൽ നമ്മൾ ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കാതെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളം എന്തുമാത്രം വിശുദ്ധമാക്കാൻ പറ്റുമോ, എന്തുമാത്രം പുണ്യപ്രവൃത്തികളാൽ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കുമോ, അവിടെയാണ് അത് നിലനിൽക്കുന്ന ഒരു വലിയ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാണാൻ പറ്റുന്നൊരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നതും നമ്മുടെ തലമുറയൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒത്തിരി വലിയ ആഗ്രഹങ്ങളാണ്. ഈ ലോക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ജീവിക്കാൻ ഉതകുന്ന രീതിയിൽ നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ മക്കളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് അവരുടെ മനസ്സിലുള്ള നമ്മുടെ മാതാപിതാക്കളുടെ മനസ്സിലെ ആഗ്രഹം അവരെ ഒരു വലിയ ജോലിയിലേക്ക് പ്രവേശിക്കണം, ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, വലിയ ജോലി കിട്ടണം, ഭാവി സുരക്ഷിതമാക്കണം. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. മാതാപിതാക്കൾ ആഗ്രഹിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ മകൾ ഒരു വിശുദ്ധനായിട്ട് ജീവിക്കണം, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ വിശുദ്ധിയോടെ ദൈവത്തെ അറിഞ്ഞ് നന്മ പ്രവർത്തികളിലൂടെ നാടിനും ലോകത്തിനും കുടുംബത്തിനും ഒക്കെ നന്മ ചെയ്ത് ജീവിക്കുന്ന ഒരു മകനായ മകളായിട്ട് മാറണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര മാതാപിതാക്കളെ കാണാൻ പറ്റും. ഇവിടെയൊക്കെ കർത്താവ് നമ്മളോട് പറയുന്ന കാര്യമാണ്, നമ്മൾ ബാഹ്യമായ കാര്യങ്ങളില്ല, മറിച്ച് ആന്തരികമായ ആ ഒരു വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് അനശ്വരമായ ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവത്തിൽ എത്തിച്ചേരുവാനായിട്ടുള്ള പരിശ്രമം നടത്തണം. ഈ ഒരു പരിശ്രമത്തിൽ വീണ്ടും നമ്മളെ സുവിശേഷം ഓർമ്മപ്പെടുത്തുന്ന കാര്യം, നിങ്ങളവിടെ വഞ്ചിതരാകാൻ പാടില്ല. നിങ്ങളിവിടെ വഞ്ചിതനാകാൻ പാടില്ല. കാരണം നിങ്ങളെ വഴിതെറ്റിക്കാനായിട്ട് പല തന്ത്രങ്ങളും പിശാച് ഉപയോഗിക്കും. പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം, അവനെക്കുറിച്ച് കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷണം എന്ന് പറയുന്നത് അവൻ കള്ളനും കലഹപ്രിയനുമാണ് എന്നുള്ളതാണ്. കള്ളനും കലഹപ്രിയനുമാണ്. നമ്മളെ എങ്ങനെയും വഴിതെറ്റിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകറ്റാനായിട്ട് പരിശ്രമിക്കും. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത എന്ന് പറയുന്നത് നമ്മളെ ഇത്രമാത്രം ഓരോ നിമിഷവും നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് എങ്ങനെ ദൈവം മോട്ടിവേറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം പറയുന്ന കാര്യം, മകനെ മകളെ, ഞാൻ നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, ഈ എൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോകരുത്. അഥവാ നീ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോയാലും നിന്നെ കാരുണ്യപൂർവ്വം സ്വീകരിക്കാൻ ഞാനിതാ നിൻ്റെ കൂടെയുണ്ട്. ഇതിൽ പരം ഒരു വലിയ മോട്ടിവേഷനുമായിട്ട് അവരെ ആർക്കും വരാൻ പറ്റത്തില്ല. ദൈവം നമ്മുടെ മുമ്പിലേക്ക് വരും. അതേ സമയത്ത് പിശാച് പറയുന്നത്, നീ പാപം ചെയ്തു പോയി, നിന്റെ ജീവിതം തീർന്നു, നീ നിരാശയിലേക്ക് പോകും. ദൈവത്തിൻ്റെ ആ ഒരു സ്വഭാവത്തിന് വിരുദ്ധമായിട്ടുള്ള ചിന്തകളുമായിട്ട് നമ്മളെ വഴിതെറ്റിക്കുന്ന സാത്താൻ്റെ പ്രലോഭനങ്ങൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വചനം വെച്ച് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമെന്ന് പറയുന്നത്, ഈ കാലത്തിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കി വചനത്താൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും പുണ്യങ്ങൾ അഭ്യസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും നമ്മൾ പരിശ്രമിക്കണം. അപ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ അന്ത്യവിധിയുടെ ദിവസത്തിൽ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും പേരുകളുണ്ടാകും. അതിനുവേണ്ടിയുള്ള അധ്വാനം, പരിശ്രമം നടത്തുവാനും വിശുദ്ധിയോടുകൂടി ജീവിച്ച് ദൈവത്തെ ഈ ലോകത്തിൽ മഹത്വപ്പെടുത്തി ഈ തുടർന്നുള്ള ജീവിതത്തിലും ദൈവത്തോടൊപ്പമുള്ള ജീവിതത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.